മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് വീണ നായർ. നടി, നർത്തകി എന്ന നിലയിൽ സ്വന്തം വ്യക്തിമുദ്ര സ്ഥാപിക്കാൻ നടിക്ക് സാധിച്ചിട്ടുണ്ട്. ബിഗ് സ്ക്രീനിൽ മാത്രം തിളങ്ങാതെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിലും നല്ല പരമ്പരകൾ അഭിനയിച്ച് വീണ തിളങ്ങാറുണ്ട്. ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയതിനു ശേഷമാണ് വീണയുടെ വ്യക്തിജീവിതം എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ പൊരുതി ജയിച്ച വീണ ഒരു വാർത്തയുമായിട്ടാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലെത്തിയത്. രണ്ടാം വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നാണ് വീണ പറയുന്നത്. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം പറഞ്ഞത്. ഒരു പങ്കാളിയെ എനിക്ക് വേണം, അങ്ങനെ ഒരാൾ വേണമെന്നത് ആവശ്യമാണ്. അന്നും ഇന്നും ഫാമിലി ലൈഫ് എനിക്ക് വലിയ ഇഷ്ടമാണ്. നാളത്തേക്ക് എന്നല്ല, ടൈം എടുത്ത് ആലോചിച്ച് അങ്ങനെ ഒരാൾ വന്നാൽ വിവാഹമുണ്ടാകും. ഷൂട്ടെല്ലാം കഴിഞ്ഞ് ആകെ ക്ഷീണിച്ച് വരുമ്പോൾ എടി പോട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരാൾ വന്നാൽ, തൻ്റെ അച്ഛനെപ്പോലെ ഒരാൾ വന്നാൽ വിവാഹമുണ്ടാകും. എൻ്റെ അമ്മയെ അത്രയും സ്നേഹിച്ചിരുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. അങ്ങനെ ഒരാളെ ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. അച്ഛനും അമ്മയും ഒന്നുമില്ലാത്തത് കൊണ്ട് നമ്മളെ വിളിച്ച് അന്വേഷിക്കാൻ ഒരാൾ വേണമെന്ന് വീണ പറഞ്ഞു. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ നിൽക്കുന്ന വീണ നായർ അടുത്തിടെ പ്രൊഡക്ഷനിലും തൻ്റെ കഴിവ് തെളിയിച്ചു തുടങ്ങി. വെള്ളിമൂങ്ങിക്ക് ശേഷമാണ് അഭിനേത്രി എന്ന നിലയിൽ വീണ അറിയപ്പെടാൻ തുടങ്ങിയത്. പ്രൊഫഷണൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും വ്യക്തിജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളും വീണയ്ക്കുണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതൊന്നായിരുന്നു വിവാഹമോചനവും ഏറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കാരണമുണ്ടായ വിഷമവും. 2014 വീണയും അമ്മനും വിവാഹിതരായത്. ഇരുവർക്കൊരു മകനുമുണ്ട്. 2022 ഇരുവരും പിരിയുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നത്. ശേഷം ഞങ്ങൾ ഒരുമിച്ചല്ല എന്നും വീണ നായർ സ്ഥിരീകരിച്ചു. എന്നാൽ നിയമപരമായി ഞങ്ങൾ വേർപിരിഞ്ഞിട്ടില്ല എന്നും താരം വ്യക്തമാക്കിയിരുന്നു. ഇരുവരും വേർപിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമായി. 3 വർഷത്തിന് ശേഷമാണ് ഇരുവരും നിയമപരമായി ബന്ധം വേർപിരിയുന്നത്. താൻ ജീവിതത്തിൽ സന്തോഷവതിയാണെന്നും തൻ്റെ മകൻ അച്ഛനും അമ്മയ്ക്കൊപ്പം മാറി മാറി ജീവിക്കുമെന്നും വീണ പറഞ്ഞിരുന്നു. ബിഗ് ബോസ് ദാമ്പത്യ ജീവിതത്തെ ബാധിച്ചു എന്ന വാർത്തയും വീണ നിഷേധിച്ചിരുന്നു. ഒരു ഷോ കാരണം തകരുന്നതല്ല കുടുംബം, അത് ജീവിതമെന്ന കുറേ നാളത്തെ യാത്രകൾ മുഖേന സംഭവിച്ചതാണെന്നും വീണ പറഞ്ഞിരുന്നു. ബിഗ് ബോസ് കാരണം തൻ്റെയും മഞ്ജു പത്രോസിൻ്റെയും ജീവിതം തകർന്നു എന്ന് പലതരത്തിലുള്ള വാർത്തകൾ കേട്ടിരുന്നു. അത് അങ്ങനെയല്ല എന്ന് വീണ പറയുന്നു. മിനി സ്ക്രീൻ പരമ്പരകളിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയതാണ് വീണ നായർ. പിന്നീട് ഹാസ്യനടി എന്ന നിലയിലും വീണ ശ്രദ്ധിക്കപ്പെട്ടു. അതിനുശേഷം സിനിമകളിലും വീണ സജീവമായി. വെള്ളിമൂങ്ങ എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം വീണ ചെയ്തു. അതിനുശേഷം ബിഗ് ബോസിൻ്റെ 2ാം സീസണിലേക്ക് വീണ എത്തി.